ശൈലജി 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 ശൈലേ ശൈലജി എന്നാ ശൈലേ ശൈലജി നീ എന്നാ പണിയെടുക്കുന്നു? നീ പുറത്തുനിന്ന് കീറാ അങ്ങ് വരില്ല. വേണ്ട ശൈലജി ആരാണ്? ഓ നിങ്ങളേനു എന്നാ എന്നാ നമ്മളെ തൊഴിലുറപ്പിന് വിളിക്കാണ്ട് ബാക്കിയില്ല പണിയെടുക്കുന്നത്. നമ്മളെ പേര് മാത്രം എന്താ ഇല്ലാണ്ടും പറയാണ്ടും. നീ മേറ്റല്ലേ? ഒരു മേറ്റിന് ഉത്തരവാദിത്വമൊന്നുമില്ല. നമ്മളെ മാത്രം എല്ലാരും ഇന്ന് പണിയെടുത്തില്ലേ? വെറും തമാശ കളിയാ. മേറ്റിന്റേതായ ഒരു ഉത്തരവാദിത്വം എല്ലാം വേണം. ഇല്ല ആരോടൊന്നും പറയണം. മേറ്റാകുമ്പോഴേക്ക് അങ്ങ് എന്നാ ചാരിച്ച് നിങ്ങൾ ഇങ്ങനെയെല്ലാം പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ടില്ല. അന്നേരം പിന്നെ അവര് പറയേണ്ടതല്ലേ. പിന്നെ നിങ്ങൾ എന്നോട് എന്തിനാ ഈ പറയുന്നത്? എന്നോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പറഞ്ഞേച്ചാ പിന്നെ അത് അവര് പറയണ്ടല്ലേ. വിളിക്കാൻ കഴിയാ ഞാൻ മേറ്റാന്ന് വെച്ചിട്ട് നിങ്ങളെല്ലാരും എന്നാ അപ്പൊ ഇങ്ങനെ പറയുന്ന എന്നാ? എന്റെ അപ്പ ഞാനിനി മേറ്റൊന്നുമായി നിക്കുന്നില്ല. എനക്ക് കഴിയില്ല. നമ്മള് പണിക്ക് വരായില്ലേ? അല്ലെങ്കിൽ വരില്ലേ? നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നിന്നോടേ പറയാൻ കഴിയും, മേറ്റിനോടേ പറയാൻ കഴിയും. നിങ്ങൾ കയറി ഇരിക്കുക, രണ്ടാൾ കയറി ഇരിക്കുക, എന്നിട്ട് പറയാൻ നമുക്ക്. വാ വാ വാ. അല്ല ഞാൻ എല്ലാരോടും പറഞ്ഞിനി. പിന്നെ നിങ്ങൾ അറിയുന്നവര് പറയണമെന്ന് എല്ലാരോടും പറഞ്ഞിനി. പിന്നെ ഒരാൾ പറയാതെ ഞാനെന്നാ വേണ്ട കാര്യച്ചി? അങ്ങനെയല്ലേ വേണ്ടേ? ഈ മേറ്റിന് എല്ലാരും വിളിക്കാൻ കഴിയാ? അതൊന്നും കഴിയില്ലപ്പാ. അന്നേരം പിന്നെ നിങ്ങൾ പറയില്ല. അതാണ് നിങ്ങൾ അറിയുന്നവര് പിന്നെ അപ്പുറം ഇപ്പുറം പറയല്ലേ വേണ്ടത്? അതല്ലേ വേണ്ടത്? ആർക്കും പണിയില്ലാണ്ടിരിക്കാൻ പാടില്ല. എല്ലാരും അധ്വാനിച്ച് ജീവിക്കുന്നവരല്ലേ. അതുപോലെ ഇത് സർക്കാരിന്റെ പണിയല്ലേ? അല്ലെങ്കിൽ വയസ്സായവരില്ല, അവർക്ക് വേറെ ഒന്നും വരുമാനം ഇല്ലാത്തവരില്ല, എത്രയുണ്ട്. അന്നേരം പിന്നെ അവർക്കെല്ലാം ഒരു ആശ്വാസമല്ലേ ഈ തൊഴിലുറപ്പിന്റെ പണി? അതിന്റെ പൈസയും കിട്ടിയാല് അതിനെ കൊണ്ടല്ലേ അവരങ്ങനെ ജീവിക്കുന്നു. അന്നേരം പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി മുതൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. പിന്നെ എല്ലാരും വിളിച്ചോ? ഫോണില്ലേ? ഞാനിനി മേറ്റായി നിക്കുന്നില്ല. എനിക്ക് കയ്യേ ഇല്ല തലവേദന. ഇത് എപ്പം പോലും ഈ കുറ്റവും കുറവേ കേൾക്കാനാണ്. എനിക്കിത് കേട്ട് മതിയായി. എനിക്കുണ്ടല്ലോ തലവേദന എടുക്കുന്നു. രാത്രി ഇവിടെ വന്നിട്ടാകുമ്പോണ്ടല്ലോ എനിക്ക് തലവേദന എടുത്തിട്ടാവത്തില്ല. പിന്നെ ഞാനെന്തെന്നാ വേണ്ടത്? അല്ല നമ്മള് രണ്ടെണ്ണം മാത്രമില്ല. ഞാനിനി ഓവർസിയറോട് പറയുമോ? എനിക്കിനി ആവൂല, എനിക്ക് മേറ്റാകാനാവൂല. ഇനി ആരെങ്കിലും ആയിട്ട് ഇനി പറഞ്ഞു പോയില്ലേ, ഇനി അതിനൊന്നും ചെയ്യാനാവൂല. എന്തായാലും സാരമില്ല, പോട്ടെ. ഇനി ആവർത്തിക്കാണ്ടിരുന്നാ മതി. എന്നാലും നിങ്ങൾ എന്തെല്ലാം പറഞ്ഞ് അത്രപ്പാടൊന്നും പറഞ്ഞിനി. നിങ്ങൾ പറയുമ്പോണ്ടല്ലോ വായിന്ന് വീണ എടുക്കാൻ കഴിയില്ല, കൈമന്ന് വീണ എടുക്കാം, വായിന്ന് വീണ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മള് എന്തെങ്കിലും ഒരു വർത്താനം പറയുമ്പോ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പറയണ്ടെങ്കിൽ. ആരും പറയുമ്പോ നമ്മള് ശ്രദ്ധിച്ചിട്ടേ പറയാൻ പാടില്ല. പക്ഷെ ഇതേ അനുഭവം എനിക്കോ മറ്റുള്ളവർക്കോ ആകുമ്പം വന്നിട്ടുണ്ടെന്നല്ലേ ഞാനും പറയൂ. അത് വേറെ കാര്യോ? അത് പറയൂ. അതുകൊണ്ടാ പറയുന്നത് വായിന്ന് വീണ എടുക്കാൻ കഴിയില്ല, കൈമന്ന് വീണ എടുക്കാം. നമുക്ക് ആ എന്നാ നമ്മള് പോട്ടെ എന്ന് പറഞ്ഞ്. അല്ല നാളെ വരണം എന്തായാലും. ഇനി ഞാൻ പരമാവധി നിങ്ങളെ അറിയിക്കാൻ നോക്കൂ. ഇനി ആദ്യം നിങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ആരോടും പറയില്ല. പരമാവധി ഇനി അറിയിക്കാൻ നോക്കൂ. ഇനി ഈ പ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കും. ക്ഷമിച്ചു. ആരോടും ഒരിക്കൽ ക്ഷമിക്കണല്ലോ. നമ്മളെ വികാരം നിന്നോട് പറഞ്ഞതാണ്. ആയിക്കോട്ടെ, ഒന്നും വിചാരിക്കൊന്നും വേണ്ട. സന്ധ്യ ആയില്ല. എന്നാ പിന്നെ നിങ്ങള് ആയിക്കോട്ടെ. എന്നാ നാളെ രാവിലെ കാണാം നമുക്ക്. ശരി എന്നാല്. എന്നാല് ഓക്കെ.